കുഞ്ഞൻ മത്തിയാണോ അതോ കുഞ്ഞൻ അയിലാണോ എന്നൊക്കെ അറിയാം. എന്തെങ്കിലും ഒന്ന് വാങ്ങിയാ മതി. കുഞ്ഞൻ ഏതാണ്? അവൻ ഇറച്ചി മതി. കുഞ്ഞൻ ഇറച്ചിയാണ്, കുഞ്ഞൻ മത്തിയല്ല. എന്താ അതിനേട്ടാ? പുറത്തിട്ട് കഷായം കുടിക്കാണ്. അച്ഛമ്മ അങ്ങോട്ട് വരുമ്പോ നിങ്ങളെയൊക്കെ പെടുന്നുണ്ടല്ലോ. എന്തിന്റെ കഷായാണത് കുഞ്ഞാ? എന്തിന്റെ കഷായം? ഏട്ടാ ഏട്ടാ, അമ്മ വരുമ്പോഴേക്കേ പാത്രങ്ങളുടെ ഒക്കെ മൂട് പോയി. കൊറേ ഇഡ്ഡലി ചെമ്മിന്റെ കൊക്ക് പൊടിച്ചു. അതിന് പൊട്ടി. എന്ത് കൊട്ടക്കൈലോ? കൊട്ടക്കൈല് പൊട്ടി, ഇഡ്ഡലി ചെമ്പ് പൊട്ടി. കണ്ടോ? അമ്മ വരുമ്പോഴേക്ക് അടുക്കളയെങ്കിലും ഉണ്ടാവണേന്ന് അമ്മ ഒക്കെ പൊളിച്ച് നമുക്ക് പുതിയ വീട് കയറ്റാ. പുതിയ വീട് കയറ്റാനൊക്കെ തല്ലിപ്പൊളിച്ച് കളയണം. ഇതൊക്കെ തല്ലിപ്പൊളിച്ച് കളയുന്നുണ്ടോ? പുതിയ വീട് കയറ്റുന്നത് കുട്ടികൾ ചെയ്യണതിന് പറഞ്ഞു കൊടുക്കുക. എന്താ ചൊല്ലിക്കൊട് തല്ലിക്കൊട് എന്ന് പറഞ്ഞാ ഇപ്പൊ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്, ഇനി തല്ലിക്കൊടുക്ക. പോരെ? ഇത് കഴുകാനുള്ളതല്ലേ? എന്താണിത്? ഇത് മറന്നോ? ഇത് പൊന്നൂസ് ഉച്ചക്ക് കഴിച്ചതാ. ഇന്നൊരു എന്താ ബീട്രൂട്ട് ഉപ്പേരിയും കൊണ്ട് എൻ്റെ പൊന്നൂനിന്ന് അതന്നെയായിരുന്നു പണി. പിന്നെ ഇന്ന് എത്രാമത്തെ നോമ്പായി? 6ാമത്തെ. ഒന്നും ആയിട്ടില്ലേ? ഒരു നോമ്പ് എടുത്തില്ലേ, പിന്നെ നോമ്പാവണ്? നമ്മുടെ ഇല്ലേ, പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ. അതിപ്പോ എടുക്കണവരോട് ചോദിച്ചു നോക്കണം. എത്രയായി കൂട്ടുകാരെ നോമ്പ്? ചോദിച്ചിട്ട് നോമ്പ് എത്ര ചോദിച്ചു ഞാൻ എന്താ പറയും? നോമ്പ് എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. കൃത്യമായിട്ട് നോമ്പ് നമ്മുടെ നോമ്പ് എടുക്കണ്ടേ? നമുക്ക് ഇപ്രാവശ്യം നോമ്പ് എടുക്കാകുമ്പോഴേക്കും സമയം ഓരോരോ വെയ്യായിട്ട് നോമ്പ് എടുക്കാനേ പറ്റില്ലല്ലോ. സൂര്യ കണ്ടോ ഞങ്ങളുടെ കായക്കൊല. കളിക്കാൻ പറ്റിയത് കളിക്കോപ്പും ലവന്നരി അല്ലേ? എന്ത് നാളെ സാമ്പാർ വയ്ക്കാം. സാമ്പാർ വയ്ക്കാനുള്ള കഷ്ടം ഉണ്ടോ? ഉണ്ടോ സാമ്പാർ? നാളെ രാവിലെ സാമ്പാർ വയ്ക്കാം. എന്തോ എന്തുണ്ണി? കണ്ണാ? അത് കണ്ണാണ്. എന്താലേ എത്ര വൃത്തിയായി പൂരപ്പറമ്പ് പോലെ. കണ്ണല്ലേ? കണ്ണുണ്ട്, മൂക്കുണ്ട് അല്ല കുഞ്ഞാ? കണ്ണുണ്ട്. എന്ത് മസാല? ചിക്കൻ മസാലയൊക്കെ പഠിച്ചു വെച്ചു. മൂക്കില്ലേ? സുകന്യ ഈ എന്താ സോയാബീനില്ലേ അവിടെ കൊണ്ടുപോയി പറഞ്ഞിട്ട് അവിടെ പോയി തരികന്നെ. ഞാനപ്പോൾ അവിടെ കൊണ്ടിട്ടില്ലേ സൂര്യ ഇവിടെ ഉണ്ട്. അവൾ ഇവിടെ എവിടെയും കാണലാണ്. ഇതിന്റെ മോളിക്ക് ഞാനാ കയറ്റി വെച്ച് വെള്ളം വീണ്ട. കണ്ണ് കണ്ട ചില സമയത്ത് സൂര്യ കണ്ണ് കണ്ടില്ലേ? വെളിച്ചെണ്ണ പുറത്ത് വെച്ചിരുന്നത് കഷായാണേ. മണത്തോക്ക് സൂര്യ എടി അത് വെള്ളാടി. കണ്ടോ വെള്ളം പറഞ്ഞിട്ടോ? അള്ള പുള്ളേ എന്ന് പറഞ്ഞു. അമ്മേനെ കുള്ളേ പറയാൻ തുടങ്ങി ഇപ്പൊ. ആരെ കുട്ടിക്ക് പറഞ്ഞത്? കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് പറയാ. കുള്ളേതേ പൊന്നാരി എവിടുന്നെ കുട്ടി പറഞ്ഞതൊക്കെ പുള്ളേന്ന് വിളിക്കണതേ. ഇന്ന് പാലക്കാട് കണ്ടോ ഒരു വീട്ടില് ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചിട്ട്
അപകടമൊന്നും ഉണ്ടായില്ല അത്ര. വീടിനും അപകടം, ഫ്രിഡ്ജ് എന്താ സ്റ്റോറേജ് കൂടുതലായിട്ട് എന്നല്ലേ ഏട്ടാ പറഞ്ഞ്. അതുകൊണ്ട് ഇവിടെ പൊട്ടിത്തെറിക്കില്ല അല്ലേ? ഇല്ലടോ ഇല്ലടോ. നമ്മൾ മീനൊക്കെ ഇല്ലേ വറുത്തിട്ട് ഇങ്ങനെ ചോറ്റുപാത്രത്തിലാക്കി വെക്കുക എന്നല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ മാവ് വെക്കും കേട്ടോ 2 ദിവസം. അല്ലാതെ വേറൊരു സാധനം നമ്മൾ വെക്കില്ല. പിന്നെ വെക്കുന്നൊരു സാധനമാണ് പാല്. അതും അല്ലാതെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ചോറിന് തിന്നേണ്ടി വരുമല്ലോ ചട്ടിയിൽ. നമ്മൾ തിന്നണ്ട. ചട്ടിയിൽ ചോറ് പൂശാനുള്ള ചാൻസ് ഉണ്ട്. എന്തിനാ? എന്ത് കുപ്പിയാ? അപ്പോൾ നമ്മളില്ലേ എന്താ ഇത് പറയല്ല മക്കൾക്കൊക്കെ അല്ലേ ചൂടുള്ളതൊക്കെ കൊടുക്കാൻ ശീലിക്കുക. നമ്മൾ മടി പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളുടെ ജീവനൊക്കെ എന്തിനാ കളയുന്നത് അല്ലേ? നമുക്ക് അറിയുന്ന പോലെ ചെയ്താൽ മതി. എന്താ അല്ലാതെ എന്താ ഇനി അവർക്കത് എന്നും മനസ്സിക്കൊരു വിഷമമായില്ലേ? എന്തെന്നറിയോ, എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കാരണമാണോ അല്ലെങ്കിൽ ഫ്രിഡ്ജത്തെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഒരു ഇത് വരില്ലേ? നമ്മളായിട്ട് നമ്മുടെ മക്കൾക്ക് നമുക്ക് ആ മരണം വരെ ആ വേദന ഉണ്ടാവും. ഫ്രിഡ്ജില്ലാതെ ജീവിച്ചിരുന്നില്ലേ? ഇതിന്റെ കാളയാണ്, കുതിരയാണ്. കാള പോയി. ഇനി ആ കാള വേണ്ട കേട്ടോ. ഇനി വേറെ കാള ഉണ്ടാവും. ആ ഗ്യാസ് ഒന്ന് കമ്മിയാക്ക്. പിന്നെ അതാ കാള അവിടെ നിന്നിട്ട് ആ മുക്കിൽ കിടക്കുന്നു. ആ മുക്കിലുണ്ട് കാള. അതിന് എടുത്തോ, എന്നെ എടുത്തടാ, എന്നെ എടുത്തടാ പൊന്നെ. വേടന്റെ കല്യാണത്തിന് പോണെന്ന് വിചാരിച്ചാ അല്ലേ? എനിക്ക് വേടന് എന്ത് പറ്റി വിളിക്കാണ്ട് എങ്ങനെ പോണു? ഞാൻ പാട്ട് കേൾക്കാറുണ്ട്. എന്തിനാ പറയുന്നത്? നമ്മളെ വിളിക്കാണ്ട് എങ്ങനെ പോണത്? ഞാൻ വിചാരിച്ചതാ പോണെന്ന്. വേടം വിചാരിക്കണ്ട നമ്മള് വരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു സത്യം പറയച്ചല്ലേ, മൂപ്പരാൾ കറുത്തതിനൊക്കെ ഘോര പ്രസംഗിച്ചപ്പോ മൂപ്പരാളുടെ ഭാര്യ ഒരു കറുത്തിട്ടു. അങ്ങനെ വിചാരിച്ചു കേട്ടോ. കാരണം അല്ല, കറുത്തവർക്ക് വെളുത്തവരെ കെട്ടാൻ പാടില്ല എന്നല്ല കേട്ടോ ചോദിക്കുന്നത്. മൂപ്പരാളുടെ എണ്ണ കറുപ്പി ആ പാട്ടാണ് ഞാൻ ഫസ്റ്റ് കണ്ട്. പിന്നെ ഞാൻ വെറുതെ കല്യാണം കഴിഞ്ഞ് പറയുമ്പോൾ വെറുതെ നോക്കിയതാട്ടോ. നമ്മുടെ വിഷയം എല്ലാവരും നന്നായി ജീവിക്കട്ടെ കേട്ടാ. എന്താ കൊടുത്ത്? ആർക്കാ കൊടുത്ത്? എന്താടി? പിന്നെ കൊടുക്കണ്ടല്ലോ. ആ പണി തീർത്ത്. യാരത്? സതിയേട്ടെ വേം പൊക്കോ. ദേവന്ന് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റാറ്റസ് കണ്ടിരുന്നു ഞാന്. കറുപ്പ് കളറിൽ കിടക്കണു. എന്താ കണ്ടില്ലേ? ബിരിയാണി ഉണ്ടാക്കുമ്പോ വരെ പൊന്നും ഇങ്ങനെ വന്ന് പൊരിയില്ല. ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കുമ്പോ എന്താ കടന്ന് പൊരിയുന്നത്? ആ ബെൽറ്റ് ആരാ തന്ന്? ഉണ്ട്താ കൂട്ടായി വേണ്ടേ? ആ അത് മൊത്തം വേണമെന്നാ പറയുന്നത് സുകന്യ. അതാ കണ്ടോ? ആ കുഞ്ഞ ചോറൊന്നും വേണ്ട, അത് മുഴുവൻ വേണ്ട. കുഞ്ഞു കുഞ്ഞു എന്താ അതെടുക്കണ്ട. ഇപ്പൊ നിങ്ങക്ക് കഴിക്കാനില്ലല്ലോ. വേണ്ട. നീ നേരത്തെ അവിടെ നിന്ന് പഴം കഴിച്ചിട്ട് വന്നില്ലേ? നീ അവിടെ നിന്ന് നേരത്തെ പഴം കഴിച്ചോ? ഇന്ന് പഴല്ലേ വന്നോ അല്ലേ? രണ്ടാൾ കഴിക്കില്ല. വൈകുന്നേരത്തെ ചോറ് ആർക്കും വേണ്ടാന്ന്. കുട്ടികൾക്ക് മാത്രം കുറച്ച് കൊടുക്കുക. നമുക്ക് ഓട്സോ എന്തെങ്കിലും കഴിക്കാം. ഞാൻ ചെറുതായിട്ട് നല്ല കേട്ടോ നല്ല പോലെ തടി കൂടുന്നുണ്ട്. അപ്പോൾ എന്നെ നേരിട്ട് കണ്ണൂർ പറയും എന്തിനാ പ്രസി തടി കുറയ്ക്കണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടി കുറയ്ക്കണം കേട്ടോ. നമുക്കിങ്ങനെ തടി കൂടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇന്ന് എൻ്റെ അമ്മ വന്നപ്പോൾ കണ്ടപ്പോൾ എന്നെ പറയും എന്താ പ്രസി എന്താ ഇങ്ങനെ തടി വരുന്നതെന്ന്. ഇപ്പോൾ പിന്നെ നമുക്ക് പറഞ്ഞ സത്യം പറയാച്ച ഒരു സന്തോഷമുള്ള ഒരു സമയങ്ങളല്ലേ കടന്നു പോകണത്.
ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിൽ സന്തോഷിച്ച സമയങ്ങളാണ് കേട്ടോ. നമുക്കൊരു വീടായതും ഒക്കെ അല്ലേ ഏട്ടാ. അപ്പോൾ പച്ചവെള്ളം കുടിച്ച് തടിക്കുന്നു പറഞ്ഞ പോലെ സത്യം പറയാ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു നിമിഷം നമ്മുടെ കഴിഞ്ഞു പോയില്ലേ. എല്ലാവരും ചിലരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വീട് എന്നുള്ളത്. നമ്മുടെ എത്ര വർഷത്തെ ഒരാഗ്രഹം വെച്ചിട്ടാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മമാരുടെയൊക്കെ കണ്ണുകളിൽ കാണുന്ന, അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമല്ലേ, അത് വല്ലാത്തൊരു സന്തോഷമാണ്. ഇല്ല എന്താ പൊന്നേ വേണ്ടാ. ഞാനൊന്നും നിങ്ങളൊക്കെ അവിടെ പോയിരുന്നു എന്നെ ഒറ്റയ്ക്ക് നിങ്ങൾ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ. അമ്മൂല്ലേ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കി ഇത്രേ. സുകന്യേ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മൂന്റെ കട്ട്ലേറ്റ്? നന്നായിരുന്നു, സൂപ്പറായിരുന്നു എന്ന്. എന്നിട്ട് 6 അത്ര അമ്മ ഉണ്ടാക്കിയത് കേട്ടോ. 6 ഉണ്ടാക്കിയിട്ട് 2 കിച്ചുനും 2 മേവയ്ക്കും 2 അമ്മൂനും. ഏതിലമ്മ വറുത്തെടുത്തതിലോ? ഏതില്? ഇതിലോ? അതാണ് ഇതിൽ എണ്ണ ഉണ്ടായിരുന്നു അല്ലേ. എന്നാ ഒരെണ്ണം നമുക്ക് എടുത്ത് വെക്കണ്ടേ ഏട്ടാ. അമ്മൂല്ലേ ഓരോന്ന് ചെയ്യൂട്ടോ. പക്ഷെ അമ്മൂനായിട്ട് സ്വയം തോന്നിയാലേ അമ്മു ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളില്ലേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നെ തല്ലണ്ട ഞാൻ നന്നാവില്ല പറഞ്ഞിട്ട് ഈ കയ്യും കെട്ടിങ്ങനെ നിൽക്കൂട്ടാ. ഇനി 2 മാസം സ്കൂള് പൂട്ടി കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് അമ്മൂനെയും കൊണ്ടൊക്കെ അടിപൊളി വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാലമ്മോ. ഞാനും അമ്മ നോക്കിയൊക്കെ ഇപ്പം എത്ര കണ്ട ഹൈറ്റ് ഒരേപോലെ വന്നില്ല അമ്മു. ഇനി ഇത്രയും ദിവസം ഇത്ര മുടിയായിരുന്നു കേട്ടോ അമ്മൂട്ടിക്ക്. ഇത്ര മുടി ഉണ്ടായിരുന്നു. അത് അമ്മ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ഇത്രയായിട്ട് വെട്ടി. ഇനി അമ്മു അച്ഛൻ മുടി വെട്ടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കേട്ടോ. ഇനി അമ്മു അപ്പൊ ഒരു തുള്ളി വെട്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ അല്ലാണ്ട് അമ്മ മുടി വെട്ടില്ല എന്ന് എന്നെ പറഞ്ഞിരിക്കുന്നത്. ഫംഗ്ഷന്റെ അന്ന് പോകുമ്പോ നീ എന്താ പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് വെട്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞോ? അപ്പൊ ഈ അതേ ശരി സമ്മതിച്ചു പറഞ്ഞമ്മാ. ഈ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങള് നിന്റെ ഇഷ്ടത്തിന് ഇപ്പൊ നീ വെട്ടിക്കോ, ഇനി നമ്മുടെ ഇഷ്ടത്തിന് വെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടേത്. അല്ല നടക്കില്ല. വേണോ? മാന്തള മീനുണ്ട്, മുളകുറത്ത പുളി വേണോ? നിനക്ക് വേണോ? അപ്പൊ 5 മിനിറ്റും കൂടെ പുളിയാവും. വേണോ? വേണ്ടേ? അപ്പതാ നമ്മുടെ മാന്തൾ വറുത്തൂട്ടോ. കൊട്ടമാന്തളായി പോയത്. അച്ഛ ഉമ്മനേന്ന് വാങ്ങിയത് അത്രേ. അമ്മൂന് ഇഷ്ടാട്ടോ മാന്തളിൻ്റെ ചട്ടിയിൽ ചോറിനാൻ. പക്ഷേ വെളിച്ചെണ്ണയിൽ വറുത്ത ചട്ടിയിൽ ഞാൻ കൊടുക്കുള്ളൂ. അല്ലാത്ത ചട്ടിയിൽ അല്ലാത്തതിൽ ഞാൻ കൊടുക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഈ ഓയിൽ ഗ്യാസ് കുട്ടികൾക്ക് അത്ര വലിയ ഇതിൽ കണ്ടോ കുറച്ച് എണ്ണ ഉണ്ടല്ലോ ഇരിക്കണേ. അങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരുതാ. ചെറിയോർക്കുള്ള ഉരുളക്കിഴങ്ങ് ആയി. നിനക്ക് വേണമെങ്കിൽ നീ എന്തെങ്കിലും ഉണ്ടാക്ക് സ്പെഷ്യല്. നീ ഉണ്ടാക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടായോ? അമ്മ ബിരിയാണി അതൊന്ന് പൊട്ടിക്കണു എടി. ഇതാ മുട്ട പൊട്ടിക്കണു. ഇത് സതിയേട്ടന് പൊരിച്ചു കൊടുത്തല്ലേ. 2 മുട്ട പൊട്ടിക്കണു. ഞാനാ സംശയം. മോരും കൊണ്ട് ഇതുണ്ടാക്കിയാൽ മതിയോ? സംഭാരം പോലെ ഉണ്ടാക്കിയാൽ മതിയോ? ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചോറിനാന്. ചെറുപയർ പരിപ്പ് വാങ്ങിയിട്ടില്ല മുത്തേ. അത് മതിയോ? സംഭാരം മതിയോ? പരിപ്പും തക്കാളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ടുള്ള കറിയാണോ വേണ്ടേ? പരിപ്പ് കുത്തി കാച്ചിയതോ? നാളെ ഉണ്ടാക്കി തരാം. ഉണക്കമുളകൊക്കെ ഇട്ടിട്ടല്ലേ നാളെ തരാം. നെയ്യ് ഒഴിച്ചിട്ടല്ലേ. അത് കുറച്ച് വെന്ത ചോറ് വേണം. നമ്മുടെ വീട്ടിൽ ചോറ് നല്ല വെന്ത് കഴിഞ്ഞാൽ എനിക്ക് അമ്മൂട്ടിക്ക് 2 പേർക്ക് ഞങ്ങൾക്ക് 2 പേർക്കും പിടിക്കില്ല കേട്ടാ. സതിയേട്ടനും പറ്റില്ല. ചാച്ചൻ കഴിക്കും നല്ല വന്ത ചോറ്, രസം, മോരൊക്കെ കൂട്ടിയിട്ട്. സംഭാരം അടിച്ചാൽ മതി ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ട്. വിശക്കുണ്ടെന്നോ?
വിശക്കണില്ലാന്നാ പറഞ്ഞത്. കുറച്ചിട്ട് ഉണ്ടാക്കണ്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ വാളംപുളി കിട്ടിയോ? നമ്മുടെ അവിടെ വാങ്ങിയിട്ടില്ല കേട്ടോ. ഈ കുരു കളഞ്ഞ പുളി, കുരു കളയാത്ത പുളിയാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് കുറച്ച് നേരം പണിയെടുത്താലും കുഴപ്പമില്ല. 110 രൂപ എത്ര കുരു എന്താ കളയാത്ത പുളിക്ക്. അങ്ങനെ ഓരോരുത്തർ പറയുന്നു കേട്ടോ. നമ്മൾ കുരു കളയാത്ത പുളിയില്ലേ, ഇത് അങ്ങനത്തെ പുളിയില്ലേ, ഇപ്പം നമ്മളിതാ കുരു കളയുന്നില്ലേ, അങ്ങനത്തെ പുളിക്ക് 110 രൂപയാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ 90 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ പോയി നോക്കിയപ്പോഴേക്കും 110 രൂപയ്ക്ക്. കുഞ്ഞുണ്ണിക്ക് വേണ്ടേ പുളി? കേട്ടാ മുളകർത്തുള്ളിയൊക്കെ കാണിച്ചിട്ട് കുറേ ഇല്ലേ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച എന്താ ചോറിന് എന്താ സൂര്യങ്ങൾ തിരിയുന്നു. ഇവിടെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കണല്ലോ. അപ്പോഴേക്കും നിന്റെ ചോറിൽ കഴിയോ? മര്യാദക്ക് നിർത്തിക്കോ അവിടെ. മുളകർത്ത പുളി വേണ്ടേ? ആൾക്ക് പുളി അത്ര ഇഷ്ടമല്ല. പുളി എന്താ ഇഷ്ടമില്ലാണ്ട്? പുളി ഇഷ്ടമില്ലാണ്ടിരിക്കല്ലേ പിന്നെ. എണ്ണ ഒഴിച്ചു, കടുകിട്ടു. പുളി ഉണ്ടെങ്കിൽ 1.5 കണ്ണം ചോറിന് സൂര്യ. ചിലർ പറഞ്ഞു ഉലുവ ഇടാന്. അപ്പോൾ നമുക്ക് ഉലുവയുടെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. 2 മണി ഉലുവ. ഞങ്ങൾ ഉലുവ ഇടാറില്ല കേട്ടോ. ഞാൻ എന്തായാലും കൂട്ടുകാർ പറഞ്ഞതല്ലേ, അപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയാലോ അല്ലേ. ചെറിയുള്ളി, ഇതിന് ശരിക്കും ചെറിയുള്ളി തന്നെ വേണം കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ അല്ലേ അഹങ്കാരമാണ് കേട്ടോ. സത്യം പറയാച്ചാ, പാലക്കാടുള്ളവർക്കുള്ള ഏറ്റവും ആരെങ്കിലും വന്നാലല്ലേ ഒരു ജാടി ഇല്ലാണ്ട് മുളകുർത്തുള്ളി കൊടുക്കുക. ഒരു ഉണക്കമാന്തളും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട അല്ലേ. അതും കോഴിമുട്ട പൊരിച്ചതും ഒരു ജാടി ഇല്ലാണ്ട് വയറ്. നീ കഴിച്ചടി. ആയട്ടൻ പറഞ്ഞത് അവള് കഴിക്കുന്നത് നിർത്തി. എന്താ ഏട്ടൻ നിങ്ങൾ? അതെങ്ങനെ കഴിക്കുക? അത് പിന്നെ ആർക്കും ഉണ്ടാക്കണേ? എന്താണ് നോക്കണത്? 2 മുട്ട പൊട്ടിയിട്ട് എടുത്ത് ഇതാക്കുകയെ സതിയായിട്ട് പൊട്ടിയരുത്. അവിടെ പൊട്ടിയരുതാ. ഇതെവിടത്തിനുള്ളിൽ വേറെ പൊട്ടിട്ട് എന്താ കൂടി ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവന്നു എറിഞ്ഞ് ഇവിടെ വന്നിട്ട് വെച്ചിട്ടേ ആ കുഞ്ഞനെ എടുത്തിരുന്നു. മതി അത് റോട്ട് കൂടെ പന്തിട്ടിട്ടാ വന്ന് ഇങ്ങനെ മുട്ട പിന്നെ അല്ലാണ്ട് എത്രയൊക്കെ മുട്ട പൊട്ടത്. അത് ഇവിടുന്ന് കിട്ടും. ഞാൻ ഉമ്മേന്ന് വായിക്കൊണ്ടൊന്നും പൊട്ടിയില്ല. ഇതെൻ്റെ വീട്ടിലത്തെ സ്പൂണാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ സ്പൂണാണ്. എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കണ്ടോ. ഇത് എൻ്റെ വലിയേട്ടൻ്റെ കല്യാണ സമയത്ത് മറ്റും വാങ്ങിയ സ്പൂണാണ്. എന്തൊക്കെ ഓർമ്മകളാണ് അല്ലേ ഒരു സ്പൂണിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഈ പാത്രങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ അതേപോലെ അങ്ങനെയൊക്കെ ചില സമയത്ത് നമുക്ക് ചെടികൾക്കൊക്കെ ജീവനുണ്ടെങ്കിൽ എന്തൊക്കെ അത് നമ്മളോട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ. എത്ര വർഷം മുമ്പത്തെ കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. പാത്രത്തിനൊക്കെ ജീവൻ തെറി വിളിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ദിവസമായിട്ട് ചൂടാക്കുമ്പോ. അമ്മൂല്ലേ ആ പറയണേ കുറച്ചു നേരം അമ്മ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അമ്മൂനില്ലേ തീ പിടിപ്പിച്ചത് എന്ത് പറയണ്ടാവണേ ഒന്നും പറയണ്ടാവില്ല. അതേപോലെ എന്താ നമ്മുടെ ഇത് പറയില്ല, നമ്മുടെ പൂർവികർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറയാണ്ടാവും. ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അല്ലേ സൂന്യെ. പണ്ട് ഒന്നുമില്ല, എന്നിട്ട് മക്കൾ നല്ല സ്വഭാവത്തിൽ വളരും. എന്താ പണ്ടും നല്ലതും ചീത്തയുണ്ട്, ഇന്നും നല്ലതും ചീത്തയുണ്ട്, അത്രയേ ഉള്ളൂ. കാലം സൗകര്യങ്ങൾ കൂടിയെന്ന് മാത്രമല്ലാണ്ട് വേറെ വലിയ കേട്ടോ. പുളി കണ്ട എന്താണ് എന്താ കഥകളിപ്പദം പാടുന്ന സുഖന്യക്ക് കേട്ടോ. എന്തെങ്ങനെ താളത്തില് ഗംഭീരായിട്ട് പാടുന്നുണ്ടല്ലോ. ഒന്ന് ഉറക്കം പാടുന്ന ഉപ്പ് കാതലും പൂതലൊന്നും കഥകളി ഉണ്ടാവില്ല കേട്ടോ. കഥകളിപ്പോ അതല്ല ഈ പാടില്ല. ഏട്ടന് എത്ര മാസങ്ങൾ അല്ലേ സൂന്യെ, ഏട്ടന് എത്ര മാസങ്ങളായി ഓരോ പാട്ട് പാടിയിട്ട്? എത്ര മാസമായി മര്യാദക്ക് വർത്താനം പറഞ്ഞിട്ട് എന്നിട്ടല്ലേ പാട്ട് പാടുന്നു. വർത്താനം പറയാനിട്ടല്ലേ പാട്ട് പാടും. വർത്താനം പറയാനായി കിട്ടട്ടെ. എന്തോ മാർച്ച് 2-ന്
ഇവിടെ ചെനക്കത്തൂർ പൂരം. അപ്പോൾ മാർച്ച് മാസത്തിലല്ലേ എന്താ മണ്ണാർക്കാട് പൂരം ഉണ്ടാവുക. ഞാനൊരു പ്രാവശ്യം കേട്ടോ ഏതോ ചെറുപ്പകാലത്ത് മണ്ണാർക്കാട് പൂരത്തിന്റെ രാത്രിയിലല്ലേ കൊടിയേറ്റം ഉണ്ടാവുക. അങ്ങനെ അന്ന് അച്ഛൻ എവിടെയായിരുന്നു, ഒരു ഹോട്ടലിൽ പണിയുള്ള സമയത്ത് അങ്ങനെ അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ ജീപ്പ് വിളിച്ചിട്ട് അങ്ങനെ പോയൊരു ഓർമ്മ ഉണ്ട്. അതന്ന് എത്രയോ പറഞ്ഞിട്ട് അച്ചുവിൻ്റെയൊക്കെ അതിനേക്കാളും ചെറുതുള്ള സമയത്ത്. അല്ലാതെ എൻ്റെ വീട് ആ ഭാഗത്താണ് പറഞ്ഞിട്ട് ഞങ്ങൾ പൂരത്തിനെ പോയിട്ടില്ല കേട്ടോ. തൊഴുകാനടക്കം പോയിട്ടില്ല അവിടേക്ക്. പോത്തോഴിക്കാവിലല്ല മണ്ണാർക്കാട് പൂരം നടക്കുക. മണ്ണാർക്കാട് പൂരം നടക്കുക വേറെ കാവില. ഞാൻ ആ കാവിലെ കണ്ടത് എന്താ ഓണത്തിന് ഞങ്ങള് ഞങ്ങള് മമ്മിയുടെ വീട്ടിൽ 2 ദിവസം പോയി നിന്നിരുന്നല്ലോ. അപ്പൊ ആ പോയി നിന്ന സമയത്ത് അവിടെ നല്ലൊരു പാർക്കല്ല പുഴയിൽ ഒരു പ്രാവശ്യം പ്രളയം വന്നു കഴിഞ്ഞിട്ട്, പ്രളയമല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ട് ദശമാറി ഒഴുകിയിട്ട് നല്ല രസമുണ്ട് അവിടെ കാണാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് ആ ഭാഗത്തു കൂടെ പോയില്ലേട്ടാ. പക്ഷെ ബീച്ച് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു, എനിക്ക് ഓർമ്മ കിട്ടിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ അവിടേക്ക് പോയതാണ്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കില്ലേ, ഞങ്ങൾ പോയപ്പോഴേക്കും പെരും മഴ. ഞങ്ങൾ പോയ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട് അതേപോലെ വന്നു. തത്തേങ്കലം ബീച്ച്. ആ പോകുമ്പോൾ അമ്പലത്തിന്റെ മുമ്പ് കൂടെ അങ്ങനെ പോയിട്ടാ. എന്താ വീട്ടിലത്തെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ നിന്ന് പോകണം എന്നുള്ളത്. ഇതേപോലെ നല്ല പോലെ വെട്ടി തിളക്കുക, അത്രേ വേണ്ടുള്ളൂ. ഉണ്ടാക്കാൻ എളുപ്പമല്ലേ, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ ലൈവ് കൂടെ ഒരാളെങ്കിലും പറയാതിരിക്കില്ല പ്രസിയുടെ മുളക് വറുത്ത ഉള്ളി ഞങ്ങൾ ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പറ ചോറുണ്ടു എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ഈണോ ആണോന്നോ ഏട്ടപ്പിൾക്കാ ലൈവ് കാണിച്ചു കൊടുക്കട്ടാ. അവള് ലൈവിൽ വന്നിരുന്നാലല്ലേ, അവള് ലൈവ് തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ അന്ന് ആ ലൈവിന്റെ ഇടയിൽ ഇവിടെ വന്ന് നോക്കി, അപ്പൊ പൊരിഞ്ഞ് വീഡിയോ കാണില്ല. പിന്നെ വീഡിയോ കണ്ടോട്ട് നോട്ട് വിചാരിച്ചു. അപ്പതാ നമ്മുടെ പുളിയായി ലൈവ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വന്നിട്ട് കഴിഞ്ഞോ ചോദിക്കണു, അത്ര നേരം വന്നിക്കല്ലേ. അത് നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടോ. ഇനി ഞങ്ങൾ ചോറിനട്ടെ. അമ്മുക്കുട്ടി ചോറ് വേണ്ട പൊന്നെ? കുഞ്ഞു ഈ ചോറുണ്ടോ? അവർക്ക് 3 കഴിച്ചോ? അപ്പൊ എന്നാ വാ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ. സമയം പാതിര കുരുകുരു പിടിച്ച പാതിരയായി. പാതിരാത്രി. എന്താ ഞാൻ പഠിക്കാൻ പോണ സമയത്ത് ഒരു മോണാക്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടുകാർ എന്നോട് എപ്പോൾ കണ്ടാലും ചോദിക്കും പാതിരാത്രിയിൽ കോഴിമോഷണം. അത് പറഞ്ഞിട്ട് ഞാൻ സ്കൂളിലേക്ക് കുറേ സമ്മാനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കുറേ പേരുടെ ഇങ്ങനെ ചെയ്തിട്ട് എന്താ ഞങ്ങൾ റിയൂണിയന് പോയ സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രസി നീ വീഡിയോ ചെയ്യുമ്പോൾ നീ അതിങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, പാട്ട് പാടും മോണാക്ട് ചെയ്യുന്നുള്ളത് നീ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. സത്യം പറയുക അതൊക്കെ ഒരു ടച്ച് വിട്ടു. പക്ഷെ അനിയേട്ടനും അമ്മയൊക്കെ നല്ല എൻ്റെ സൗണ്ടൊക്കെ പാട്ട് പാടുന്ന, ഞാൻ പാട്ട് സാറിൻ്റെ കൂടെയൊക്കെ പാടാനൊക്കെ പോയിരുന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ടിൻ്റെ ടച്ചൊക്കെ വിട്ടിട്ട് സൗണ്ട് കരകര ആവാൻ തുടങ്ങി. അങ്ങനെ ആരുടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആരുടെ ഉണ്ടായി? ഇപ്പൊ എന്താന്നറിയില്ല കേട്ടോ. അത് എന്തേ അപ്പോൾ അങ്ങനെ അപ്പം അത് മനസ്സിലേക്ക് വന്നപ്പോൾ പറഞ്ഞാട്ടോ. എപ്പോഴൊന്നും നമുക്കതൊക്കെ ചെയ്യുമ്പോഴല്ലേ മടി തോന്നാൻ തുടങ്ങി. നമ്മുടെ മക്കളൊക്കെ അതൊക്കെ ചെയ്ത് കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നെക്കാളും മടിയാണ് എൻ്റെ മക്കൾക്ക് അല്ലേ. അതെ പറയാൻ പറ്റി. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ കേട്ട് നടക്കണം കേട്ടോ.